നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മ മരിച്ചിട്ട് 5 വർഷമായി. ഞങ്ങൾ പോകുമ്പോൾ അച്ഛൻ തനിച്ചായി പോവില്ലേ? അതുകൊണ്ടാ അച്ഛനൊരു കൂട്ടിനെ കുറിച്ച് ചിന്തിച്ചത്. അമ്മേ, എന്തിനാ അമ്മ ഇതൊക്കെ? രാവിലെ എഴുന്നേറ്റ് മുത്തശ്ശി കുളിക്കാൻ പറഞ്ഞു. ഇപ്പതേ അമ്മ പിടിച്ചൊരുക്കുന്നു. എന്നെ എവിടെയും കൊണ്ടുപോയി കളയാനാണോ? ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അല്ല, ഈ വീട്ടിൽ നിൽക്കാനാണെങ്കിൽ ഇത്ര ഒരുക്കത്തിന്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ കൂടെ കൂടെ ചോദിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞു തന്നാ മതിയോ നിനക്ക്? അവിടെ 2-3 പേര് വന്നിട്ടുണ്ട്. ദേവനോട് സംസാരിച്ചോണ്ടിരിക്കുക. നിന്നെ പെണ്ണ് കാണാനാ അവര് വന്നിരിക്കുന്നത്. പെണ്ണ് കാണാനോ? എന്നോട് പറഞ്ഞില്ലല്ലോ. നടവഴിയിൽ എവിടെയോ കിടന്ന നിന്നെ ഇവിടെ കൊണ്ടുവന്ന് വളർത്തിയത് നിന്റെ അഭിപ്രായം ചോദിച്ചിട്ടായിരുന്നോ? അല്ലല്ലോ. സത്യം പറഞ്ഞ നിന്റെ കല്യാണം നടത്തണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ലായിരുന്നു. പക്ഷെ കെട്ടോമങ്കയായിട്ട് നീ ഇവിടെ നിന്നു പോയാലേ ഈ നാട് തന്നെ നീ നശിപ്പിക്കുമെന്ന് തോന്നി. അപ്പൊ പിന്നെ ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ പറഞ്ഞു വിടാതെ നിവൃത്തിയൊന്നും ഇല്ലല്ലോ. എനിക്കിപ്പോ വിവാഹമൊന്നും വേണ്ട. യശോദേ, അന്വേഷിച്ചു വന്നവര് ചെറിയ ആളുകളല്ല. കാനഡയിൽ ഒരു കമ്പനി നടത്തുന്നവനാ. അവന്റെ കീഴിൽ ഒരു 10-500 പേര് ജോലി ചെയ്യുന്നതാ. ഇവളെ പോലെ ഒരുത്തിക്ക് സ്വപ്നം കാണാൻ പറ്റുമോ ഇങ്ങനെ ഒരു ബന്ധം? പറഞ്ഞു വരുമ്പോ പ്രിയങ്കയ്ക്ക് കിട്ടിയ ബന്ധത്തെക്കാൾ വലുത് തന്നെയാ. പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക് ഇവൾക്ക്. എനിക്കാരെയും വിവാഹം കഴിക്കണ്ട. ഞാൻ ആരുടെ മുന്നിലേക്കും വരുകയില്ല. അവരോട് സംസാരിച്ചിരിക്കുന്നതേ നീ അച്ഛനെന്ന് വിളിക്കുന്ന ആളാ. നിനക്കൊരു ജീവിതം തന്നവനാ. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും ഇപ്പോഴും നിന്നെ ന്യായീകരിക്കുന്ന ഒരേ ഒരുത്തൻ. വന്നിരിക്കുന്നവരെ അപമാനിക്കുകയോ വിവാഹത്തിന് സമ്മതമല്ല എന്ന് പറയുകയോ ചെയ്താൽ ദേവൻ പിന്നെ ഉണ്ടാവില്ല. അല്ല, വളർത്തിയ തന്തയെ നീ അങ്ങനെ കൊല്ലാനാ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ അത് നടക്കട്ടെ. മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് നിനക്കെന്താ വേവലാതി? വന്നിരിക്കുന്നവർക്ക് അധിക സമയം ഇരിക്കാൻ സമയമില്ല എന്ന് പറയുന്നത് കേട്ടു. കെട്ടി ഒരുക്കി കൊണ്ടുവരികയാണെങ്കിൽ പെട്ടെന്ന് വേണം. ശല്യം ഒഴിവാക്കുക അല്ലേ? എന്തായാലും ഈ വിവാഹം നടത്താൻ പറഞ്ഞത് സ്നേഹത്തോടെയൊന്നുമല്ല, പൂർണ്ണമായിട്ട് വെറുത്തിട്ട് തന്നെയാ. നിനക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം വേണമെന്ന് നിന്റെ അച്ഛൻ നിർബന്ധം പിടിക്കില്ല. ഒന്ന് പോകുന്നു, അവരുടെ മുമ്പിൽ നിൽക്കുന്നു. അത്രയും സമയമെങ്കിലും അച്ഛന്റെ അഭിമാനത്തിന് വേണ്ടി മാറ്റിവെക്കാൻ പറ്റില്ലേ നിനക്ക്? ഞാൻ ആരുടെ അഭിമാനം ചോദ്യം ചെയ്യില്ല. ചില നേരത്ത് എന്നോട് ചിലർ ചെയ്ത തെറ്റുകളൊക്കെ ഞാൻ അറിയാതെ അവരോട് ചോദിച്ചു പോയിട്ടുണ്ട്. സത്യത്തെ ചോദിക്കാൻ പാടില്ലായിരുന്നു. ദൈവേ, ഈ നാവ് തന്നതാ കുഴപ്പം. ആരും ഇല്ലാണ്ടാക്കിയപ്പോ ഈ നാവും കൂടി അങ്ങ് ഇല്ലാണ്ടാക്കിയാ മതിയായിരുന്നു. അല്ലെങ്കിൽ എന്തിനാ അങ്ങനെ ആക്കുന്നേ? കൊന്നാ പോരായിരുന്നോ? ജനിപ്പിച്ചു വിടും ആരുടെങ്കിലൊക്കെ ബാധ്യതയാവാൻ. മോളെ, അച്ഛനോട് ഞാൻ എന്താ പറയണ്ടേ? ഞാൻ വന്ന് നിന്നോളാം അമ്മേ. അച്ഛൻ ഇനി മാനം കടണ്ട. ഞാനിപ്പോ എന്താ തുറന്നു പറഞ്ഞെന്ന് വെച്ചാ, നാളെ ഒരു സമയത്ത് നിങ്ങൾ ഇതേക്കുറിച്ച് അറിയും. അപ്പോഴുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കാനാണ്. ഈശ്വരൻ എന്റെ കയ്യിൽ ഏൽപ്പിച്ച കുഞ്ഞാണ്. എന്റെ മകളെന്നല്ലാതെ മറ്റൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടുമില്ല, ചിന്തിച്ചിട്ടുമില്ല. ഇതൊക്കെ വലിയ കാര്യങ്ങളല്ലേ തിരുമേനി? ദൈവം ചുമതലപ്പെടുത്തിയത് നമ്മൾ ചെയ്യുന്നു, അത്രയുണ്ട്. എനിവേ, താങ്കളുടെ മനസ്സിനെ അംഗീകരിക്കാതെ പറ്റില്ല. എത്രയോ പേർ സ്വന്തം മക്കളെ തന്നെ വേണ്ട വിധം നോക്കാത്തവരുണ്ട്. ആ നിലയ്ക്ക് ഇതൊരു വലിയ കാര്യമല്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടി നല്ലവളായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. യശോദേ, ദാ വരുന്നമ്മേ.
നടക്കുമോളെ. പരസ്പരം എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ആവാം കേട്ടോ. എന്താ പേര്? രാധിക. നന്നായി പാടുമെന്ന് അച്ഛൻ തിരുവേരി പറഞ്ഞു. നല്ലതാ. ജീവിതത്തിൽ ഒരു നേരം പോക്കൊക്കെ വേണ്ടേ? പിന്നെ വിവാഹം കഴിഞ്ഞാല് കൂടുതൽ ആളുകളൊന്നും ചുറ്റും ഉണ്ടാവില്ല. വിവാഹം കഴിഞ്ഞ ഉടൻ ഇവനും ഭാര്യയും കാനഡയിലേക്ക് തിരിച്ചു പോകും. എന്താ പറഞ്ഞത്? അല്ല, കാർത്തികൻ അവിടെ വലിയ കമ്പനിയൊക്കെ ഉള്ള കാര്യം പറഞ്ഞല്ലോ. കാർത്തികും ഭാര്യയാ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോ അവർക്ക് പോയല്ലേ പറ്റൂ. ആർക്ക് വേണ്ടിയാ കല്യാണം ആലോചിക്കുന്നേ? അമ്മ മരിച്ചിട്ട് 5 വർഷമായി. ഞങ്ങൾ പോകുമ്പോ അച്ഛൻ തനിച്ചായി പോവില്ലേ? അതുകൊണ്ടാ അച്ഛനൊരു കൂട്ടിനെ കുറിച്ച് ചിന്തിച്ചത്. അച്ഛന് വേണ്ടിയോ? സുഭദ്രാമ ഒന്നും പറഞ്ഞില്ലായിരുന്നോ? ഇവിടെയെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. എന്താ അമ്മ ഇതൊക്കെ? അയ്യോ, സുഭദ്ര ഇങ്ങനൊന്നും എന്നോട് പറഞ്ഞിരുന്നില്ല. ആ അല്ല, ഇനിയിപ്പൊ ഇവര് വന്നതല്ലേ, ഇതങ്ങ് നടത്താം. ക്ഷമിക്കണം, കാര്യങ്ങൾക്ക് എവിടെയോ ഒരു പെശക് പറ്റിയിരിക്കുന്നു. ഇങ്ങനൊരു ആലോചനയാണ് നിങ്ങൾ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരാൻ തന്നെ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. എന്റെ മോളെ ഇത്രയും പ്രായമുള്ള ഒരാൾക്ക് പിടിച്ചു കൊടുക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.